Today we can deal with a new chapter, that is three-wheeled revolution. Three-wheeled revolution. Let me share my screen. Three-wheeled revolution. Can you see my screen? ഓക്കെ റൈറ്റ്. അപ്പോൾ നമുക്ക് ഉള്ള ഒരു വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ത്രീ വീൽഡ് റവല്യൂഷൻ. വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ത്രീ വീൽഡ് റവല്യൂഷൻ. ഹൂസ് മൈക്ക് ഈസ് ഓൺ? Yes. So, a three-wheeled revolution is such an interesting and inspiring lesson. Three-wheeled revolution. Can you? What do you feel from this picture? Can someone say what is going to happen? എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തിനെ പറ്റിയിട്ടുള്ള കഥയാണ്, അല്ലെങ്കിൽ എന്തായിരിക്കാം ത്രീ വീൽഡ് റവല്യൂഷൻ എന്നുള്ളത്? Any idea? Yes. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് somebody is speaking for the employees, അല്ലെങ്കിൽ somebody is speaking for the laborers, that we can feel. Anyway, a three-wheeled revolution. So, what do you get from that point? Three-wheeled എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? Three-wheeled. There is a three-wheel in this picture. Cycle rickshaw. Yes, it may be related to a cycle rickshaw. അല്ലേ, അതൊരു സൈക്കിൾ റിക്ഷ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം. ഈ റവല്യൂഷൻ എന്ന് പറയുന്നത് വാട്ട് വി ക്യാൻ കോൾ ഒരു വലിയൊരു വിപ്ലവമാണല്ലേ. ഒരു റവല്യൂഷൻ വിപ്ലവമാണ് അല്ലേ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ഫ്രഞ്ച് റവല്യൂഷൻ അങ്ങനെയൊക്കെ. അപ്പോൾ വലിയൊരു വിപ്ലവമാണ് അല്ലേ, ഒരു റവല്യൂഷനാണ്. അപ്പോൾ ത്രീ വീൽഡ് റവല്യൂഷൻ, 3 വീലിലുള്ള ഒരു റവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ് റവല്യൂഷൻ? അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലൂടെ കാണാൻ പോകുന്നത്. സോ ദീസ് ആർ ദ ആക്ച്വൽ പിക്ചേഴ്സ് അബൌട്ട് ദിസ് ആക്ച്വൽ യൂണിറ്റ്. സോ വി ക്യാൻ സ്റ്റാർട്ട്. സോ ഇഫ് യു ഇറ്റ്സ് എ സിമ്പിൾ ലെസൺ, ഇറ്റ്സ് എൻ ഇൻ്റർവ്യൂ, it's a simple lesson. You can simply follow this. Even though you have any doubt, you just turn on your mic and you just ask. അപ്പോൾ നമ്മൾ ഈ വൈകിയ സമയത്തായതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടുതൽ ചോദിച്ചിട്ട്, വൈകിയ സമയം മീൻസ് നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, അപ്പോൾ കൂടുതൽ നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും ഞാൻ ഉത്തരത്തിന് ഇപ്പോൾ തൽക്കാലം വെയിറ്റ് ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും ലോഗ് ഔട്ട് ആവാതെ സ്ക്രീനിൽ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് what I am starting. Okay, so the three-wheeled revolution. So you can see the picture. So we are talking about this interesting, such an interesting personality. We will go through his name in coming pages. So what he has done may be clear for you. So എന്തായാലും ഒരു ത്രീ വീൽഡ് റവല്യൂഷൻ അല്ലേ, സാധാരണക്കാരായിട്ടുള്ള സൈക്കിൾ റിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു റവല്യൂഷൻ. അദ്ദേഹം എന്തോ അവർക്ക് വേണ്ടിയിട്ട് ഒരു റവല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റവല്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. സോ ഇറ്റ്സ് എൻ ഇൻ്റർവ്യൂ. ത്രീ വീൽഡ് റവല്യൂഷൻ ഈസ് എൻ ഇൻ്റർവ്യൂ ഓഫ് ഇർഫാൻ ആലം. You can see in this picture, an entrepreneurship and innovation enthusiast and a serial entrepreneur. So you can see in this picture, we are our lesson three-wheeled revolution is an interview with Irfan Alam, entrepreneurship and innovation enthusiast.
ഓൺട്രപ്രണർഷിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ. അദ്ദേഹം എന്തൂസിയാസ്റ്റ്, ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കൈകാര്യം ചെയ്യുന്ന 2 കാര്യങ്ങളൊന്ന് ഓൺട്രപ്രണർഷിപ്പാണ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ഓൺട്രപ്രണർഷിപ്പ്? ബീയിങ് ആൻ ഓൺട്രപ്രണർ, അല്ലേ, ഒരു സംരംഭകനാവുക, എന്തെങ്കിലും ഒരു പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന് വിളിക്കുന്നത്. ഈയിലാണ് അത് എഴുതുന്നെങ്കിലും എക്സാക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ഓൺട്രപ്രണർ. ഓൺട്രപ്രണർ എന്നാണ് വായിക്കേണ്ടത് കേട്ടോ, ഓൺട്രപ്രണർ. അപ്പോൾ മറ്റ് ആൾക്കാരുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യാതെ സ്വന്തമായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആൾക്കാരാണ് വി കോൾ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പിലാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. അതുപോലെ തന്നെ ഇന്നോവേഷൻ മീൻസ് വാട്ട്? പുതിയതായിട്ടുള്ള നൂതനമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട്, പുതിയ ടെക്നിക്കുകൾ ഉൾക്കൊണ്ട്, പുതിയ സാങ്കേതിക വിദ്യയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ഇന്നോവേറ്റീവ് ഐഡിയ. അപ്പോൾ ഈ 2 മേഖലയിലും വളരെ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരു സീരിയൽ ഓൺട്രപ്രണറാണ് ഇർഫാൻ ആലം. സോ ഇർഫാൻ ആലം ഈസ് എ സീരിയൽ entrepreneur. Serial entrepreneur means what? His entrepreneurship is not only belonged to one thing. He has a series of entrepreneurship activities. He has a series of his innovative activities, his business related items. Clear? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആശയങ്ങളെ പറ്റിയിട്ടാണ് നമുക്കിവിടെ we will understand from this interview. He took the first step towards entrepreneurship. This is about the author. What we are going through is the profile or about the author. When he was young, he took the first step towards entrepreneurship when he was as young as 13 and started stock market analysis and founded a portfolio management firm. സോ എ ബിസിനസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത്. ഹിസ് 13th വെൻ ഹീ ഈസ് 13 year old. ഇപ്പോൾ 13ാമത്തെ വയസ്സിൽ, അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ബിസിനസ് മേഖലയിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ് ആണ്, ഓഹരി വിപണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേമാണ് അദ്ദേഹം തുടങ്ങിയത്. ലേറ്റർ ആഫ്റ്റർ ഹിസ് കോളേജ് ലൈഫ് ഹി വോൺ എ ഫേമസ് ഇന്ത്യൻ TV റിയാലിറ്റി ഷോ ബിസിനസ് ബാസീഗർ ഓൺ ZTV നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ZTVയുടെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള റിയാലിറ്റി ഷോ ആണ് ബിസിനസ് ബാസീഗർ. അതിലത്തെ വിന്നറാണ് അദ്ദേഹം. The show aimed to find people with innovative business ideas, and this is where his flagship organization Samman first came into existence. അദ്ദേഹത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതിനാണ് വി കോൾ ഫ്ലാഗ്ഷിപ്പ് ഓർഗനൈസേഷൻ. അതിൻ്റെ പേരാണ് സമ്മാൻ. ആ കോൺസെപ്റ്റിൻ്റെ പേരാണ് സമ്മാൻ. അപ്പോൾ അങ്ങനെയാണ് സമ്മാൻ എന്നുള്ളൊരു ഐഡിയ അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. ബിസിനസ് ബാസീഗർ എന്നുള്ള ഒരു റിയാലിറ്റി ഷോയിൽ അവാർഡഡ് ആവുന്നു അദ്ദേഹം. ക്ലിയർ? അപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? അബൌട്ട് ദ ഓതർ, അബൌട്ട് ദ പ്രൊഫൈൽ ഓഫ് ദ ഓതർ. ആക്ച്വലി നോട്ട് ഓതർ, വി ആർ ഹാവിങ് എൻ ഇൻ്റർവ്യൂ ഹിയർ. ക്ലിയർ അല്ലേ? ഓക്കെ റൈറ്റ്. സോ നമുക്ക് പെട്ടെന്ന് പറയാം കാര്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. റൈറ്റ്. So Irfan at present serves as the founder and chairman of Samman Foundation. Samman Foundation the chairman ആണ് Irfan. You can see in this picture. Foundation, a chairman of Samman Foundation, a non-profit Indian company. Samman Foundation is a non-profit Indian company which organizes the rickshaw pulling sector. നേരത്തെ നമ്മൾ കണ്ട 3-wheeler revolution എന്നുള്ള പേര് തന്നെ വന്നതുകൊണ്ടാണ് റിക്ഷ പുള്ളിംഗ് സെക്ടറിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ. ഹിസ് റിക്ഷ കാർട്ട് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ മോഡൽ ഹാസ് ബീൻ വൈൽഡ്ലി അക്ലെയിംഡ് ആൻഡ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ് ആൻഡ് ഉത്തർപ്രദേശ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ഈ റിക്ഷ പുള്ളിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷ കേരളത്തിൽ നമ്മൾ അധികം കാണാത്തതാണ്. പക്ഷേ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എസ്പെഷ്യലി ദ സ്റ്റേറ്റ്സ് ലൈക്ക് ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ് ആൻഡ് ഉത്തർപ്രദേശ്. അപ്പോൾ അവിടെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരു അസോസിയേഷനാണ് സമ്മാൻ ഫൗണ്ടേഷൻ. എസ്പെഷ്യലി റിക്ഷ പുള്ളേഴ്സ് അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷ ഓണേഴ്സ് എല്ലാവരും കൂടിയുള്ള ഒരു അസോസിയേഷൻ. അത് തുടങ്ങി വെച്ചത് ഇദ്ദേഹമാണ്. Samman is also a leading primary and emergency ambulance service provider in India.
സമ്മാൻ ഫൗണ്ടേഷൻ്റെ തന്നെയാണ്. എമർജൻസി ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയും കൂടെ സമ്മാൻ ഫൗണ്ടേഷൻ്റെതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബീങ് എ സോഷ്യൽ ഓൺട്രപ്രണർ, ഇർഫാൻ ഹാസ് ബീൻ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആസ് എൻ എക്സ്പേർട്ട് ഓൺ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ്. അദ്ദേഹത്തിൻ്റെ സംരംഭകത്വ മേഖല സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പാണ്. സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ സൊസൈറ്റി, സമൂഹത്തിൽ ഉള്ള ഒരു ബിസിനസ്സാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിലൂടെ ഏൺ ചെയ്യുന്നു എന്നുള്ളതിനുപ്പുറത്ത് ഒരു സോഷ്യൽ സർവീസ്, സാമൂഹിക സേവനമാണ് അദ്ദേഹത്തിൻ്റെ സംരംഭകത്വ മേഖല. സാമൂഹിക സേവനത്തിൽ ഊന്നൽ നൽകിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. A social entrepreneurship and turning corporate social responsibilities into lucrative social relevant business opportunities. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ് റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് വി ക്യാൻ കോൾ വളരെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അടങ്ങുന്ന ഒന്നാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിൽ ഊന്നൽ നൽകിയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് അദ്ദേഹത്തിൻ്റെ. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, അതിനാണ് വി കോൾ ലുക്രേറ്റീവ്. ലുക്രേറ്റീവ് ഈസ് മെൻറ്റ് പ്രൊഡ്യൂസിങ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് പ്രോഫിറ്റ്, വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇൻ ടു ലുക്രേറ്റീവ് സോഷ്യലി റെലവൻറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ബിസിനസ് തന്നെ നമ്മളിപ്പോൾ പ്രൈസോ ദി അവർ ഓഫ് ട്രൂത്തിൽ കണ്ടു. എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അത് കറപ്റ്റഡ് വേ അല്ലേ, അതിനെ പറ്റിയിട്ടൊക്കെ വി ഹാവ് ഓൾറെഡി ഗോൺ ത്രൂ ദാറ്റ്. ഇതങ്ങനെയല്ല. നോക്കൂ, സോഷ്യലി റെലവൻറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിലൂടെ ഹൗ ടു മേക്ക് ബിസിനസ് ഗോൾസ് അല്ലെങ്കിൽ ഹൗ ടു ഫൈൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഗോൾസ് എന്നുള്ളതാണ് വാട്ട് വി ക്യാൻ സീ ഫ്രം ദിസ് ചാപ്റ്റർ ആൻഡ് ഹിസ് ലൈഫ്. His journey of a social entrepreneurship has recently been chosen as a case by Springer Publication, a New York, for a book on social entrepreneurship, and Kerala government have introduced a chapter on Irfan Allen's life in 12th standard English textbook, a Fulbright. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ ഇതെങ്ങനെ ഉൾപ്പെടുത്തി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതും അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേരളത്തിലെ പുസ്തകത്തിലാണ് ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ പുസ്തകത്തിൽ ഹീ ഈസ് എ വിന്നർ ഓഫ് എ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് വിന്നർ, ഫോർഡ് ആൻഡ് ടെഡ് ഫെലോ. ടെഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടെഡ് ടോക്കിനെ പറ്റിയിട്ട് കേട്ടിട്ടില്ലേ? ടെഡെക്സ്, ടെഡ് ടോക്ക്. 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സിമമാൻഡ എങ്കോസ അഡീച്ചയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നല്ലോ. അത് ടെഡ് ടോക്കിൽ അതൊരു സ്പീക്കേഴ്സ് പ്ലാറ്റ്ഫോമാണ്, അവിടെ നടത്തിയ ഒരു സ്പീച്ചാണ്. ഇദ്ദേഹം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇർഫാൻ ഈസ് എ CNBC യങ് ടർക്ക് ആൻഡ് CNN യങ് ഇന്ത്യൻ ലീഡർ അവാർഡ് വിന്നർ. അങ്ങനെ ഒരുപാട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻസ് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് പ്രൊഫഷണലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് വാട്ട് വി ആർ ഗെറ്റിംഗ് ത്രൂ ദീസ് പിക്ചേഴ്സ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് വാട്ട് ഇർഫാൻ ആലം, ആൻഡ് we are going to have an interview with Irfan Alam. So what is special about an interview means that you have already studied many lessons like short stories, poems, speech. Here it is a newer one. ഇതൊരു പുതിയൊരു സംഭവമാണ്. ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അതായത് ഒരു ഇൻ്റർവ്യൂ, സപ്പോസ് യു ആർ കണ്ടക്ടിങ് ആൻ ഇൻ്റർവ്യൂ, മേക്ക് സം ക്വസ്റ്റ്യൻസ് അല്ലേ, ഫൗണ്ട് സം ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ക്രിയേറ്റ് എ സെറ്റ് ഓഫ്
ക്വസ്റ്റ്യനേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിനോടാണ് ഇൻ്റർവ്യൂ നടത്തുന്നതെങ്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങളെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക, നിങ്ങൾ മറ്റൊരാളോടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫേമസ് പേഴ്സണാലിറ്റിയെ തന്നിട്ട് അയാളോട് ആണ് നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തുന്നതെങ്കിൽ വാട്ട് വുഡ് ബി ദ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അദ്ദേഹത്തിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമുക്ക് പറയാം. ഹി ഹാസ് ബീൻ വൈൽഡ്ലി കവേർഡ് ബൈ ദി ഇക്കണോമിസ്റ്റ് ഫോർച്യൂൺ, ഇക്കണോമിസ്റ്റ് മാസികയാണ്. ആൻഡ് ഫോർ സോഷ്യൽ ഇന്നൊവേഷൻ, ബോട്ടം ഓഫ് വിരീഡ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്, അങ്ങനെ ഒരുപാട് മേഖലയിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. many subcommittees he had been a resource person for many of the universities and many of the institutions. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഐ വിൽ ഷെയർ ദിസ്. അപ്പോൾ നമുക്ക് വി ക്യാൻ എൻ്റർ ടു ദ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ എയ്തർ യു ക്യാൻ ലുക്ക് അറ്റ് ദ സ്ക്രീൻ ഓർ ടെക്സ്റ്റ് ബുക്ക്. സ്ക്രീനിൽ അതിൻ്റെ വിഷ്വൽസും ചിത്രങ്ങളൊക്കെ കാണാം, ടെക്സ്റ്റ് ബുക്കും നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം മീൻസ് ടോപ്പിക്കിലേക്ക് വരാം. ആം ഐ ഓഡിബിൾ? ഞാൻ പറഞ്ഞ കേൾക്കാലോ? ഓക്കെ. അപ്പോൾ കൃത്യമായിട്ടൊന്ന് ഇവിടെ തന്നെ ഉണ്ടാവുക, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും വരാത്ത രീതിയിൽ തന്നെ. സപ്പോസ് യു ഗോട്ട് ലെഫ്റ്റ്, ഒന്ന് പെട്ടെന്ന് തന്നെ റീജോയിൻ ചെയ്യുക. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണ്, കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടിയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂവാണ് കേട്ടോ. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആളും. ഇതാ സമ്മാൻ ഫൗണ്ടേഷൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം ഈ സൈക്കിൾ റിക്ഷയുടെ മുമ്പിൽ. കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ അച്ചീവ്മെൻറ്റ്. വെൻ ആൻഡ് ഹൗ ഡിഡ് യു കൺസീവ് ദിസ് ഐഡിയ? എപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായത്? അതായത് ഇങ്ങനെ ഒരു സൈക്കിൾ റിക്ഷ പുള്ളേഴ്സിന് ഒരു വലിയൊരു ശൃംഖല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊരു ഐഡിയ. വെൻ ആൻഡ് ഹൗ, എങ്ങനെയാണ് ഇത് മനസ്സിലേക്ക് വന്നത്? I was 17 years old at that time. When I was 17 years old, I was traveling in a rickshaw, and in the middle of my journey, I was traveling in a rickshaw, and in the middle of the journey, I was very thirsty. വളരെ ദാഹം തോന്നി എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ. I asked the rickshaw puller if he had any water. He said that he did not carry water bottles because he did not have money to buy and stack them. He had no money to buy water bottle to keep in his stack, means to keep within that rickshaw. It set me thinking, and I immediately realized that there was a market for selling water bottles in rickshaws. The very first day I made a profit of 8 rupees. Clear? സോ അദ്ദേഹത്തിന് ആ ഒരു ചോദ്യത്തിൽ നിന്നല്ല, ഒരു പല ബിസിനസ് സംരംഭങ്ങളും അങ്ങനെ ഒരു പ്രത്യേക സമയത്തൊക്കെയാണ് ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം യാത്ര ചെയ്യുമ്പോഴാണ് ഹി തോട്ട് അബൌട്ട് ദാറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, ഐ തിങ്ക് ഇറ്റ് വാസ് സെഡ് ബൈ തോമസ് ആൽവ എഡിസൺ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ഐ തിങ്ക് ഇറ്റ് ഈസ് സെഡ് ബൈ എഡിസൺ. ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ ഒരു കോട്ട്? Necessity is the mother of invention. Has anyone heard that? എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ടാവുന്നത് ഒരു നെസസിറ്റി ഉണ്ടാവുമ്പോഴാണല്ലേ. ഒരു കാര്യം വേണമല്ലോ അല്ലേ എന്ന് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടാവുന്നത്. അപ്പോൾ അതേപോലെ അങ്ങനെ ഇദ്ദേഹം വെൻ ഹി വാസ് ട്രാവലിംഗ്, അദ്ദേഹം സൈക്കിൾ റിക്ഷയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ദാഹം തോന്നി. അദ്ദേഹം വെള്ളം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ സൈക്കിൾ റിക്ഷ പുള്ളർ പറഞ്ഞു എന്താണ്, there is no water carried here. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇവിടെ വാട്ടർ ഉണ്ടെങ്കിൽ അതിന് പൈസ കിട്ടുമായിരുന്നല്ലോ. I set me thinking, and immediately I realized that there was a market for selling water bottles in rickshaws. The very first day I made a profit of 8 rupees. ആ ഒരു ആദ്യത്തെ ചിന്തയിൽ തന്നെ. You were young when you came up with and executed this idea. അല്ലേ, ഈ ഒരു ഐഡിയ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ വളരെ യങ് ആയിരുന്നു. അതിൻ്റെ മറുപടി എന്താണ്? യെസ്, ഐ ഗസ് ഓൺട്രപ്രണർഷിപ്പ് ഈസ് ഇൻ മൈ ബ്ലഡ്. I had an interest in business from early age. During the stock market scam
in 1992, my father and many of his friends lost a lot of money. Stock market scam. In 1992 സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കറപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു അഴിമതി ഉണ്ടായിരുന്നു വലിയ. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഒരുപാട് പണം നഷ്ടമായിരുന്നു. മൈ ഫാദർ ആൻഡ് മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് ലോസ്റ്റ് ലോട്ട് ഓഫ് മണി. That is when I started taking interest in the stock market and began researching on various companies. Interestingly, using my advice, all of my father's friends recovered their losses. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടു കൂടി 13-ാമത്തെ വയസ്സിൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടുള്ള ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടു കൂടി ഒരുപാട് ആൾക്കാർക്ക് നഷ്ടപ്പെട്ട, നിങ്ങൾക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, നഷ്ടപ്പെട്ട പണം റിക്കവർ ചെയ്യാൻ പറ്റി, their losses. And most of them started making profit from that. This enabled me to start my first portfolio management firm at the age of 13. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ ഒരു ചെറിയ തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് ഫോം തുടങ്ങാൻ അദ്ദേഹത്തിന് വാട്ട് വി ക്യാൻ കോൾ അദ്ദേഹത്തിന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, എ പ്രൊഫഷണൽ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആൻഡ് ക്യാരിയിങ് ഔട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അതൊക്കെ ചെയ്യുന്നതിനാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ചില സ്ഥാപനങ്ങളെയും മറ്റ് സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള നിക്ഷേപങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതും അതൊക്കെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. അപ്പോൾ I started it in my age 13. When my parents found out that I was dabbling in this rickshaw sector as well, they pulled me aside and asked me to stop doing it and concentrate on my studies. When he was dealing with this concept of rickshaw business related to rickshaw pulling, I was dabbling. Dabbling means we are in somewhere, ഒരു സ്ഥലത്ത് തന്നെ നിന്ന് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതിനാണ് ഡാബ്ലിംഗ് എന്ന് പറയുന്നത്. ഒന്നിലേക്ക് മുഴുകി നിൽക്കുന്നത്, ഇമേഴ്സ് പാർഷ്യലി അല്ല, ഒന്നിലേക്ക് ഇങ്ങനെ അതിലേക്ക് ആഴ്ന്നു കിടക്കുന്ന സമയത്ത്, ഏതിൽ റിക്ഷാ സെക്ടറിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ പുൾഡ് മീ എസൈഡ്, അവരെന്നോട് പറഞ്ഞു എന്താണ്, pulled me aside and asked me to stop doing it and concentrate on my studies. Stop this business and concentrate on your studies. So I shelved it. I closed it. But my interest never waned. My interest never decreased. I kept reading and researching on this sector all through my college days in Pondicherry, where I pursued my Masters of Foreign Trade degree. Pondicherry, we know, it is near to us. So though it is a separate union territory, it belongs to the life of Tamil Nadu state. റൈറ്റ്. അപ്പോൾ പോണ്ടിച്ചേരിയിലാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ ആ ഒരു സ്വപ്നം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ റിക്ഷ സെക്ടറിൽ എന്തെങ്കിലും റവല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ചിന്ത ഒരിക്കലും മായാതെ അദ്ദേഹം സൂക്ഷിച്ചു. സോ അതാണ് ആ ഒരു യങ് ആയിട്ടാണെങ്കിൽ കൂടിയും ഹി ഹാഡ് എൻ ഐഡിയ. ക്ലിയർ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. വാട്ട് വാസ് ദ സ്പാർക്ക് ദാറ്റ് റിസീവ്ഡ് ദിസ് ഐഡിയ? എന്താണ് ആ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇങ്ങനെ ഒരു റിക്ഷാ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ വലിയൊരു രീതിയിൽ എത്താനുള്ള ഒരു ഐഡിയ എങ്ങനെയാണ് ആ ഒരു സ്പാർക്ക് ഉണ്ടായത്? ഇൻ 2006 an Indian TV show called Business Bazigar launched an entrepreneur hunt and solicited ideas for new business. അല്ലെ, പുതിയ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ. ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു മഴവില്ലിലാണെന്ന് തോന്നുന്നു, അല്ല ഫ്ലവേഴ്സിലാണോ, ഒരു സംരംഭക എന്ന് പറഞ്ഞിട്ടുള്ള റിയാലിറ്റി ഷോ നിങ്ങൾ കണ്ടിരുന്നു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സംരംഭകരെ, അത് സ്ത്രീ സംരംഭകമാരെ സെലക്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. നിങ്ങൾ കണ്ടിരുന്നു ആരെങ്കിലും സംരംഭക? Has anyone watched that program? ഓക്കെ. അപ്പോൾ അതുപോലുള്ളൊരു കണ്ടിരുന്നോ കണ്ടില്ല എന്നാണോ?
ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ. അതൊരു കേരളത്തിലെ സംരംഭകരെ, മലയാളി സ്ത്രീ സംരംഭകരെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരിപാടി മുമ്പേ എന്താണ് ഈ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് കേരള സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയായിരുന്നു ബിസിനസ് ബാസീഗർ. അപ്പോൾ ബിസിനസ് ബാസീഗർ എന്നുള്ള ആ ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം ആദ്യം പങ്കെടുത്തത്. അപ്പോൾ ആ പരിപാടി തന്നെ എന്തിനായിരുന്നു, എന്തിനെ സോളിസൈറ്റ് ചെയ്യുന്നതാണ്, എന്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്, എന്തിനെ ഹണ്ട് ചെയ്യുന്നതാണ്, ഈ പറഞ്ഞ പോലെ ബിസിനസ് ഐഡിയാസ്, ബിസിനസ് ബാസീഗർ, ബിസിനസ് മാജീഷ്യൻസ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പുതിയ ബിസിനസ് സംരംഭങ്ങളെ പറ്റിയിട്ട് പരിചയപ്പെടുന്ന റിയാലിറ്റി ഷോ, പാട്ട് ഡാൻസ് പോലെ ആരാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം. ബിസിനസ് പ്രൊപ്പോസൽ. ഐ എൻറ്റേർഡ് ദ കോണ്ടെക്സ്റ്റ് വിത്ത് എ ബിസിനസ് പ്രൊപ്പോസൽ, ബിസിനസ് ഐഡിയ, ബിസിനസ് പ്രോജക്റ്റ്. My idea was to organize the rickshaw sector and make it profitable venture. ഈ റിക്ഷ സെക്ടർ പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ. To my proposal, rickshaws were to be redesigned so that the spaces on the vehicles could be sold for the purpose of advertising and brand promotion. Concept of rickshaw pulling എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അവർ ആ ഒരു കോൺസെപ്റ്റിന് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള അർത്ഥത്തിൽ അതിനെങ്ങനെ എലോബറേറ്റ് ചെയ്യാം എന്ന് കണ്ടെത്തുന്ന ഏതൊക്കെ തരത്തിൽ പരസ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തോട്ട്. സോ advertising and brand promotion sold for the purpose. Rickshaws were to be redesigned. സാധാരണ ഒരു സൈക്കിൾ റിക്ഷയിൽ നിന്ന് മാറിയിട്ട്, നിങ്ങൾ ആ ചിത്രത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, ഇവിടെയുള്ള സൈക്കിൾ റിക്ഷ ഉണ്ടോ, സം ബോക്സസ് യു ക്യാൻ ഫൈൻഡ് ദർ, ദാറ്റ് ഈസ് ഹൈലി മാനേജ്ഡ്. അതിൽ ഒരുപാട് സാധ്യതകൾ അദ്ദേഹം കൊണ്ടുവന്നു. ആ സാധ്യതകൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൽ മനസ്സിലാക്കാം. അപ്പോൾ എന്താണ്, so that the spaces എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട് റിക്ഷാസ് were to be redesigned so that the spaces on the vehicle could be sold for the purpose of advertising, brand promotion. അല്ലേ, ഈ റിക്ഷയിൽ അഡ്വർടൈസിങ്ങിലൂടെ ഏതെങ്കിലും ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടും പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അത് ഉപയോഗിച്ചു, ചില കമ്പനികളുടെ സാധനങ്ങളൊക്കെ. Also, I indicated that additional revenues could be made by selling products like water, juice, biscuits, mobile cards. Mobile cards means recharge coupons. During those days, it was recharge coupons and newspapers to the passengers. I won the show and I was offered the seed money for rupees 150 lakhs. അപ്പോൾ ആ റിയാലിറ്റി ഷോയിൽ ഇദ്ദേഹം കൊടുത്ത പ്രോജക്റ്റ് സക്സസ്ഫുൾ ആവുകയും ഇദ്ദേഹം ആ റിയാലിറ്റി ഷോയിൽ വിൻ ചെയ്യുകയും ചെയ്തു. വിൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ റിവാർഡ് എന്തായിരുന്നു, സച്ച് വാട്ട് വി ക്യാൻ കോൾ, അത്രയും വലിയൊരു റിവാർഡായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. 150 lakhs സീഡ് മണി ഫോർ ഹിസ് ബിസിനസ്. ഓൺട്രപ്രണർഷിപ്പ്, ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഗ്രാമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലാൻ തുടങ്ങാനുള്ള സീഡ് മണി, അതിനാവശ്യമായിട്ടുള്ള സീഡ് മണി എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത് എന്നതുപോലെ എന്താണ്, ഒരു വലിയ കൃഷി തുടങ്ങുന്നത് വിത്ത് നിന്നാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ഫണ്ട് ആ തുകയിൽ നിന്ന് ആ ഒരു റിയാലിറ്റി ഷോ എന്ന് അദ്ദേഹത്തിന് കിട്ടി. റൈറ്റ്, ദാറ്റ് വാസ് ദ സ്പാർക്ക് ഓഫ് ഹിസ് ഐഡിയ. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്നത് നോക്കൂ. റിക്ഷയിൽ സെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അഡ്വർടൈസ്മെൻറ്റിനും ബ്രാൻഡ് പ്രൊമോഷനും അദ്ദേഹം സ്പേസ് കൊടുത്തു. അതുപോലെ തന്നെ ഇത് ഒരു റിക്ഷയിലല്ല, എല്ലാ റിക്ഷയും ഇദ്ദേഹം കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, എന്താണ്, യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് വാട്ട് വി ക്യാൻ കോൾ ഊബർ ടാക്സി ഇങ്ങനെ എല്ലാ ടാക്സീസിനെയും അസോസിയേറ്റ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് നമ്മൾ ടാക്സി
ബുക്ക് ചെയ്യുന്ന ഒരു സംവിധാനം കേട്ടിട്ടുണ്ടോ? ആ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ നാളെ രാവിലെ നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് നിന്ന് നിങ്ങൾക്ക് ഇപ്പം കന്യാകുമാരിയിലേക്ക് ഒരു ടാക്സി വേണമെങ്കിൽ ഊബർ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതുപോലെ അപ്പോൾ ടാക്സികളെല്ലാം അപ്പോൾ ഊബറായിട്ട് ടാക്സീസ് എല്ലാം രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അവർക്ക് അങ്ങനെ അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നു, ടാക്സിക്കാർക്ക് വർക്കും കിട്ടുന്നു. അതുപോലെ നിങ്ങൾ ടൗണിലൂടെ പോകുമ്പോൾ ലോഡ്ജിൻ്റെ ഒക്കെ മുമ്പിൽ ഓയോ റൂംസ് കണ്ടിട്ടുണ്ടാവും. ഓയോ റൂംസും ഇതുപോലെ വലിയൊരു സംരംഭമാണ്. ഇതേപോലെ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് തുടങ്ങിയതാണ്. ഓയോ റൂംസ് കണ്ടിട്ടില്ലേ? ഓയോ നിങ്ങൾ ടൗണിലൂടെ പോകുമ്പോൾ വലിയ ലോഡ്ജിൻ്റെ പുറത്തെല്ലാം ഓയോ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ലോഡ്ജിനെയും ഓയോ കണക്ട് ചെയ്തു. ഓയോ കണക്ട് ചെയ്തിട്ട് എന്താ, നിങ്ങൾക്ക് ആ ഓയോയുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഏത് റൂമാണ് വേണ്ടതെന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ എല്ലാ റിക്ഷാസിനെയും ഇദ്ദേഹം ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ട് അതിൽ വേണ്ടുന്ന സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ട് ആണ് ആ ഒരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലായതുകൊണ്ട് ഒരുപാട് ഇപ്പോൾ പയ്യന്നൂർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 500-ലധികം ഓട്ടോ, ഐ തിങ്ക് അറൗണ്ട് 1000 ഓട്ടോസ് ആർ ദർ. അപ്പോൾ അങ്ങനെ ഓട്ടോ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വലിയ സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണ് ഈ പറഞ്ഞ സൈക്കിൾ റിക്ഷാസ് കൂടുതലുള്ളത്. So that is it. You can see the picture. ഹവാർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ അദ്ദേഹത്തിന് ഫെലിസിറ്റേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണല്ലേ ഹാവാർഡ് ബിസിനസ് സ്കൂൾ. അപ്പോൾ അവർ വരെ ഇന്ത്യക്കാരനായിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് കാണാൻ പറ്റുന്നത്. ദെൻ അതാണ് ആദ്യത്തെ ചോദ്യങ്ങൾ. പിന്നെ ഇത് തുടരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ ലോഗോ. യു ക്യാൻ സി സമ്മാൻ ഫൗണ്ടേഷൻ്റെ ലോഗോ ആണ്. ഇർഫാൻ ആലം, ഇതാണ് ഇർഫാൻ ആലം. വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്ക്. വാസ് സമ്മാൻ മീൻസ് സമ്മാൻ ഫൗണ്ടേഷൻ. വാസ് സമ്മാൻ സ്റ്റാർട്ടഡ് വിത്ത് ദിസ് സീഡ് മണി? ആ സീഡ് മണി കൊണ്ടാണോ സമ്മാൻ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത്? നോ. I very soon realized that entry barrier to the business was very low. നമ്മളെപ്പോഴും വിചാരിക്കുന്നതാണ് ബിസിനസ്സിലേക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും ബിസിനസ്സിൻ്റെ ഉള്ളിൽ കയറുക എന്നല്ല. The only way to sustain the business was to earn the loyalty of the rickshaw pullers. സസ്റ്റെയിൻ ചെയ്യലാണ് പ്രശ്നമല്ല. The only way to sustain this business was to earn the loyalty of the rickshaw pullers. അല്ലേ, റിക്ഷാ പുള്ളേഴ്സിൻ്റെ റിക്ഷ വലിക്കുന്ന ആൾക്കാരുടെ ലോയൽറ്റി അത് കിട്ടുക എന്നുള്ളതാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്, ആ ഒരു പൊളൈറ്റ്നെസ് ഒക്കെ കൂടെയുള്ള സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ്. ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ് ഐ വാണ്ടഡ് ടു പ്രൊവൈഡ് ഇൻഷുറൻസ്. അപ്പോൾ അവരെ ആദ്യം ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യം എന്ത് ചെയ്തു? ഈ റിക്ഷ പുള്ളേഴ്സിനെ ആദ്യം ഒന്ന് അസോസിയേറ്റ് ചെയ്യിക്കണമല്ലോ. ഐ വാണ്ടഡ് ടു പ്രൊവൈഡ് ഇൻഷുറൻസ്, ID cards and uniforms to the rickshaw pullers. സമ്മാൻ ഫൗണ്ടേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാരായിട്ടുള്ള റിക്ഷ പുള്ളേഴ്സിനൊക്കെ അദ്ദേഹം എന്ത് പ്രൊവൈഡ് ചെയ്തു? ഇൻഷുറൻസ്, ഫ്രീ ഇൻഷുറൻസ്, ID കാർഡ്സ്, യൂണിഫോംസ്. അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീം ഒന്ന് ഉയർന്നിട്ടുണ്ടാവും. ഐ വാണ്ടഡ് ടു റൺ ദിസ് ആസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇതിൽ നിന്ന് അദ്ദേഹം ലാഭം വേണമെന്ന് കണ്ടിട്ടില്ല, പകരം ഈ ലാഭം ഈ പറഞ്ഞ ബിസിനസ്സിലേക്ക് തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള അർത്ഥത്തിലാണ്. സ്റ്റാർട്ടഡ് ആസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. അങ്ങനെ ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു സംരംഭകത്വമല്ല അദ്ദേഹം ആലോചിച്ചത്. ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് എ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. I just thought that it would be the best way to sustain the business and the easiest way to get banks to give out loans. Clear? ഒരു ബിസിനസ്സിലൂടെ ബാങ്ക്സിൽ നിന്നൊക്കെ ലോണൊക്കെ കളക്ട് ചെയ്ത് ബാങ്ക്സിന് ലോൺ കൊടുക്കാനുള്ളൊരു സംവിധാനമൊക്കെ ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. സിൻസ് ദ ഓർഗനൈസേഴ്സ് ഓഫ് ദ TV show did not agree to this model, I ended up refusing the seed capital. അപ്പോൾ പിന്നീട് അത് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോബ്ലംസ് എന്താണ്? TV show did not agree to this model in the beginning, so I ended up refusing the seed capital. അപ്പോൾ സീഡ് ക്യാപിറ്റലിൽ നിന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അത് കൊണ്ടുവരാൻ പറ്റിയത്.
വെൻ ഡിഡ് ദിസ് ടേൺ ഇൻ ടു എ ട്രൂ സോഷ്യൽ വെഞ്ചർ? എപ്പോഴാണ് ഇതൊരു ഈ പറഞ്ഞ വലിയ തരത്തിലൊരു സോഷ്യൽ വെഞ്ചറായിട്ട് മാറിയത്? ഈ സമൂഹത്തിൽ എല്ലാ ആൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലൊരു വലിയൊരു സംഭവമായിട്ട് മാറിയത്. As I understood more about the lives of the rickshaw pullers and their plight, അവരുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ, it turned into a social cause. ഇതാണ് ഇതിൻ്റെ ഒരു സാമൂഹിക കാരണം. There are about 10 million rickshaws operating in India. What is the number? 10 million. ഞാൻ നേരത്തെ പറഞ്ഞ 1000 500 ഒന്നുമല്ല, 10 million rickshaw operations are there in India. Most of these rickshaw pullers do not own the rickshaw, but instead they rent them at the rate of 30 to 40 rupees per day. ഇവർക്കൊന്നും എന്തല്ല സ്വന്തമായിട്ടുള്ള ആ റിക്ഷ ഉള്ളത്. ആ റിക്ഷ പോലും വാടകയ്ക്ക് എടുക്കുന്ന ആളാണ്. അത് നമുക്കറിയാം, ഒരു മോട്ടോർ വാഹനം കൂടിയല്ല. എന്നിട്ടും ആ റിക്ഷ പോലും സ്വന്തമായിട്ടില്ലാത്ത ആൾക്കാരാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ റിക്ഷ പുള്ളേഴ്സായിട്ട് ജോലി ചെയ്യുന്നത്. ദ മണി ദേ മേക്ക് ആഫ്റ്റർ പേയിങ് ദ റെൻറ്റ് ഈസ് ബെയർലി സഫീഷ്യൻറ്റ് ടു സസ്റ്റെയിൻ ദെയർ ഫാമിലീസ്. അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അത്രയും വളരെ കുറവ് എമൗണ്ട് മാത്രമേ ദേ ഗോട്ട് ഫ്രം ദെയർ ബിസിനസ്. ദേ ഗോട്ട് ഓൺലി that much of amount from their business sustain their family. They continue to remain at the bottom of the pyramid. ഈ പറഞ്ഞ ഈ വലിയൊരു സംഭവത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ മാത്രമാണ് അവർ ജീവിച്ചത്. അതായത് അവർക്ക് വലിയ ഉയർച്ചയൊന്നും ഉണ്ടായില്ല. Thought it if I could create an organization that could empower the rickshaw pullers and find a way to increase the overall revenue, it would be a win-win situation for both. അപ്പോൾ അദ്ദേഹം എന്ത് തോന്നി, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ റിക്ഷ പുള്ളേഴ്സിനെ സഹായിക്കുന്ന, റിക്ഷ വലിക്കുന്ന ആളെ സഹായിക്കുന്ന ഒരു സംഭവം ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ വേ ടു ഇൻക്രീസ് ദ ഓവറോൾ റവന്യൂ, അല്ല ഒരു മൊത്തം റവന്യൂ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുമായിരുന്നു. സിറ്റുവേഷൻ ഫോർ ബോത്ത് ഐ ഫേംലി ബിലീവ് ആൻഡ് ഇറ്റ് വുഡ് ബി എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത്. അല്ലേ, എന്താണ് കിട്ടിയാൽ കിട്ടിയെന്നുള്ള സിറ്റുവേഷൻ ആണ് വിൻ വിൻ. അല്ലേ, എങ്ങനെയെങ്കിലും ജയിച്ചേ തീരുമോ എന്നുള്ള വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത്. ഐ ഫേംലി ബിലീവ്. ഇതൊരു വളരെ പ്രത്യേകതയുള്ള പുതിയൊരു ബിസിനസ് സംരംഭമാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം ഇങ്ങനൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ദർ വുഡ് ബി ചാലഞ്ചസ്. അല്ലേ, അപ്പോൾ ഈ ചാലഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഒരു സംശയമുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നടത്തിയിട്ട് വെദർ ഇറ്റ് വുഡ് ബി സക്സസ്ഫുൾ ഓർ നോട്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബിസിനസ് ക്യാൻ ബി സക്സസ്ഫുൾ ബൈ ടാർഗറ്റിംഗ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്. ബോട്ടം ഓഫ് ദ പിരമിഡ് മീൻസ് ഈ ലൈഫ് പിരമിഡിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത്. അപ്പോൾ ഈ ഏറ്റവും താഴെ തട്ടിലാണ് ഈ ആൾക്കാരുള്ളത്. ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ബോട്ടം ഓഫ് ദ പിരമിഡ്. സമ്മാൻ വാസ് ഫൈനലി ഫൗണ്ടഡ് ഇൻ 2007 വിത്ത് സീഡ് മണി ഫ്രം ദ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഈ ഒരു കോൺസെപ്റ്റായിട്ട് മുന്നോട്ട് പോകാൻ ഈ എന്താണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ റിയാലിറ്റി ഷോ എന്നുള്ള മണി കൊണ്ട് പറ്റാതിരുന്നപ്പോൾ വിത്ത് ദ സീഡ് മണി ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഐ ഫൗണ്ടഡ് സമ്മാൻ ഫൗണ്ടേഷൻ ഇൻ 2007. അപ്പോൾ അങ്ങനെയാണ് സമ്മാൻ ഫൗണ്ടേഷൻ 2007 തുടങ്ങിയത്. സമ്മാൻ്റെ ക്യാപ്ഷൻ എന്താണ് നോക്കൂ, ഹോൾഡ് യുവർ ഹെഡ് ഹൈ. അല്ലേ, ഹോൾഡ് യുവർ ഹെഡ് ഹൈ. ദാറ്റ് ഈസ് ഹൗ ഹി സ്റ്റാർട്ടഡ് സമ്മാൻ ഫൗണ്ടേഷൻ. വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Can you describe the operation model of സമ്മാൻ? എങ്ങനെയാണ് സമ്മാൻ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? സമ്മാൻ ഫൗണ്ടേഷനിലെ റിക്ഷ വർക്കിംഗ് എങ്ങനെയാണ്? When a rickshaw puller approaches സമ്മാൻ, ഒരു റിക്ഷ പുള്ളർ സമ്മാനിലേക്ക് വരികയാണെങ്കിൽ we first go through a verification process first. The operator is then given training on basic etiquette and traffic rules. അപ്പോൾ ആദ്യം ഒരു സമ്മാൻ ഫൗണ്ടേഷനിൽ ഒരു ടാക്സി ഡ്രൈവറെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിനൊരു ബേസിക് എറ്റിക്വേറ്റ് ഉണ്ടാക്കിയെടുക്കും. അല്ലെങ്കിൽ ബേസിക് എറ്റിക്വേറ്റിലും ഒരു ട്രാഫിക് റൂളിലും ഒരു ട്രെയിനിങ് കൊടുക്കും. എറ്റിക്വേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ഒരു രീതിയാണ് എറ്റിക്വേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂ എറ്റിക്വേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഓരോരോ കാര്യം, ഇപ്പോൾ ക്ലാസ് റൂം എറ്റിക്വേറ്റ്, ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ രീതിയിലായിരിക്കണം പെരുമാറേണ്ടത് പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതേപോലെ ടാക്സി പുള്ളേഴ്സ് ആകുമ്പോൾ ഒരാൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ പെരുമാറണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ട്രെയിനിങ് ആദ്യം കൊടുക്കും. അതേപോലെ തന്നെ ട്രാഫിക് റൂളിൻ്റെ ട്രെയിനിങ് കൊടുക്കും. എങ്കിൽ അതിനുശേഷം മാത്രമേ സമ്മാൻ ഫൗണ്ടേഷനിലേക്ക് ഒരു റിക്ഷ പുള്ളറെ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ.
That's it. Traffic rules. Then we approach the banks. പിന്നെ എന്ത് ചെയ്യും? ആദ്യം അവർ സെലക്ട് ചെയ്യും. Then we approach the banks and help them to get a loan for a new rickshaw. പിന്നെന്താണ്? പുതിയൊരു റിക്ഷ വാങ്ങിക്കാനുള്ള ലോണിന് വേണ്ടിയിട്ട് ശ്രമിക്കും. Previously, banks were very reluctant to give loans to this section of the society. നേരത്തെ പറഞ്ഞല്ലോ, ആൾക്കാർക്ക് ലോണൊക്കെ കിട്ടുന്ന രീതിയിലാണ് ആലോചിച്ചത്. അപ്പോൾ തുടക്കത്തിൽ എന്താണ്? മുന്നേ എന്തായിരുന്നു? ബാങ്ക്സ് വർ റിലക്റ്റൻറ്റ് മീൻസ് ഷോവിങ് അൺവില്ലിങ്നെസ്, മടി കാണിച്ചിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തിനാണ്? ടു ഗിവ് ലോൺസ് ടു ദിസ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. ഈ സെക്ഷൻ, അതായത് ഈ പറഞ്ഞ റിക്ഷ വലിക്കുന്ന ആൾക്കാർക്ക് ലോൺ കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നൗ സിൻസ് വി സ്റ്റാൻഡ് ആസ് ഗ്യാരൻറ്റേഴ്സ്, പിന്നീട് നമ്മളതിൻ്റെ ഗ്യാരൻറ്റേഴ്സായി. ജാമ്യം നിൽക്കുന്ന ആളല്ലേ, ലോൺ എടുക്കുമ്പോൾ ജാമ്യം നിൽക്കുന്ന ആൾ, അതായത് അയാൾ അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടക്കുമെന്നുള്ളത്. ദീസ് റിക്ഷ പുള്ളേഴ്സ് ഹാവ് ആക്സസ് ടു ക്രെഡിറ്റ്. അങ്ങനെയാണ് ഇവർക്ക് ക്രെഡിറ്റ്, അതായത് കടമായിട്ടൊക്കെ വണ്ടി വാങ്ങിക്കാൻ പറ്റിയത്. The rickshaw pullers feel truly empowered when they drive their own vehicle. അല്ലെ, സ്വന്തം വെഹിക്കിൾ തന്നെയാണ് അവർക്ക് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ളൊരാളുടെ ഒരു വെഹിക്കിൾ എടുക്കുന്നതിനേക്കാൾ അവർക്ക് വലിയൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും, അല്ലേ, ഒരു എംപവേർഡ് ആയിട്ട് തോന്നും അവർ സ്വന്തം വെഹിക്കിൾ തന്നെ എടുക്കുമ്പോൾ. അപ്പോൾ ഇവരുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ആദ്യം സ്വന്തം വണ്ടി വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സാഹചര്യമാണ് അവരുണ്ടാക്കുക. വി പ്രൊവൈഡ് ദ റിക്ഷ പുള്ളേഴ്സ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. അതേപോലെ എന്താണ്? റിക്ഷ പുള്ളേഴ്സിന് ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താണ്, ഒരു അപകടത്തെ അവർക്ക് തരണം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് വേണ്ടുന്ന പൈസ അതൊക്കെ ഇൻഷുറൻസിലൂടെ കിട്ടും. And they were given, each driver is given an ID card and is required to wear uniform while operating the rickshaw. The rickshaw puller now becomes a part of Samman family. അങ്ങനെയാണ് ഒരു റിക്ഷ പുള്ളർ സമ്മാൻ ഫാമിലിയുടെ പാർട്ടാവുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് ഒരു റിക്ഷ പുള്ളേഴ്സിന് ട്രെയിനിങ് കൊടുക്കും, പിന്നെ റിക്ഷ പുള്ളേഴ്സിന് ക്രെഡിറ്റ് ആയിട്ട് വണ്ടി എടുത്തു കൊടുക്കും. ക്ലിയർ? പിന്നെ റിക്ഷ പുള്ളേഴ്സ് ഇതിൻ്റെ ഭാഗമാവുന്നു, അവർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നു. ദേ ആർ ഗിവൺ ദ ID കാർഡ്, അവർക്ക് ID കാർഡ് കൊടുക്കുന്നു. റൈറ്റ്. അങ്ങനെയാണ് സമ്മാൻ ഫൗണ്ടേഷനിൽ ഒരാൾക്ക് കയറാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആവുന്നില്ലേ? യെസ്. സമ്മാൻ ഫൗണ്ടേഷൻ്റെ ഒരു റിക്ഷയുടെ ചിത്രം നിങ്ങൾക്ക് കാണാം. അപ്പോൾ സാധാരണ റിക്ഷയിൽ നിന്ന് മാറിയിട്ട് ഒരു ഹൈടെക് റിക്ഷ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ദേ ഇൻട്രൊഡ്യൂസ്. 1 second. Then the next question. How does Samman help increase the revenues of the rickshaw pullers? എങ്ങനെയാണ് സമ്മാൻ ഫൗണ്ടേഷൻ റിക്ഷ പുള്ളേഴ്സിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് നോക്കാം. റവന്യൂസ് ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ്. ഹൗ ഡസ് സമ്മാൻ ഇറ്റ്സെൽഫ് ഗെറ്റ്സ് ഇറ്റ്സ് റവന്യൂ? എങ്ങനെയാണ് സമ്മാനിന് അതുപോലെ ഇതിൻ്റെ വരുമാനം കിട്ടുന്നത്? ഈ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ വരുമാനം കിട്ടുന്നത് നോക്കാം. സമ്മാൻ റിക്ഷാസ് ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ, ആ രീതിയിലാണ് അവ ഉണ്ടാക്കിയിട്ടുള്ളത്. ദേ ഹാവ് പ്ലെൻറ്റി ഓഫ് സ്പേസ് ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്. ആ റിക്ഷയിൽ എന്തുണ്ട്? പരസ്യം കൊടുക്കാനുള്ള വലിയ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഐഡിയയുടെ പരസ്യം. ക്ലിയർ? അപ്പോൾ പ്ലെൻറ്റി ഓഫ് സ്പേസസ് ടു ദെയർ അഡ്വർടൈസ്മെൻറ്റ്. ഹിയർ ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ദി നാഷണൽ സെവറൽ ലോക്കൽ ആൻഡ് നാഷണൽ ബ്രാൻഡ്സ്. ഏതൊക്കെ ബ്രാൻഡാണ്? സെവറൽ ലോക്കൽ ആൻഡ് നാഷണൽ ബ്രാൻഡ്സ്. ഇപ്പോൾ ഐഡിയ എല്ലാം ഒരു നാഷണൽ ബ്രാൻഡാണ് അല്ലേ. അപ്പോൾ ലോക്കൽ ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, നാഷണൽ ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ സമ്മാൻ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റിക്ഷയിലുണ്ടായിരുന്നു. ആൻഡ് ദ റിക്ഷ പുള്ളേഴ്സ്, ദ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ ഈസ് സ്പ്ലിറ്റ് ഇൻ ഹാഫ് ബിറ്റ്വീൻ സമ്മാൻ ആൻഡ് ദ റിക്ഷ പുള്ളേഴ്സ്. അഡ്വർടൈസിൽ നിന്ന് കിട്ടുന്നത് പകുതി സമ്മാൻ ഫൗണ്ടേഷനിലേക്ക് പോകും, പകുതി റിക്ഷ പുള്ളേഴ്സിൻ്റെ കയ്യിലേക്ക് തന്നെ വരും. അപ്പോൾ വണ്ടി ഓടിച്ച് കിട്ടുന്നതുമായി ഈ അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള വരുമാനമായി. ആൻഡ് ദ റിക്ഷ പുള്ളേഴ്സ് ഓൾസോ, റിക്ഷ പുള്ളേഴ്സ് ക്യാൻ ചൂസ് ടു സെൽ വാട്ടർ, ഫ്രൂട്ട് ജ്യൂസ്, സെൽഫോൺ, പ്രീപെയ്ഡ് കാർഡ്സ് എക്സെട്ര. പിന്നെന്താണ്? അതേസമയം റിക്ഷ പുള്ളേഴ്സിന് ആ വണ്ടിയിൽ ഓടുന്ന ആൾക്കാർക്ക് എന്തുകൂടെ വിൽക്കാൻ പറ്റും? ഈ പറഞ്ഞ പോലെ വാട്ടർ, ഫ്രൂട്ട് ജ്യൂസ്, സെൽഫോൺ, പ്രീപെയ്ഡ് കാർഡ്സ് അല്ലേ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. സപ്പോസ് യു ജസ്റ്റ് ഇമാജിൻ, ഒരു ഓട്ടോ യാത്ര ചെയ്യുന്ന ആൾക്ക് ഓട്ടോയിൽ നിന്ന് ജ്യൂസും കൂടെ കൊടുക്കുന്നു. അപ്പോൾ ആ ജ്യൂസ് ചിലപ്പോൾ ആൾക്കാർ വാങ്ങി കുടിച്ചേക്കാം. അപ്പോൾ അത് ഓട്ടോ ഓടിക്കുന്ന ആൾക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാകുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഇരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ, ഇപ്പോൾ നമ്മൾ ട്രെയിനിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറേ ആൾക്കാർ പല സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്നതാണല്ലേ. ഇപ്പോൾ ബസ്സിലൊക്കെ മുമ്പൊക്കെ എന്താണ് ഓറഞ്ചൊക്കെ വിൽക്കാൻ വരുന്നത് കാണാം, അല്ലെങ്കിൽ പല
സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ. അതുപോലെ ഇങ്ങനെ ട്രാവലിംഗ് ആയിട്ട് സാധനങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും. യെസ്, ഇൻ ദാറ്റ് കേസ് ദേ കം ടു എ സെൻട്രൽ റിക്ഷ യാർഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ലോഡ് അപ്പ് ദിയർ വെയർസ്. അപ്പോൾ അതിനെന്ത് വേണം ആദ്യം അവരെന്ത് വേണം, എല്ലാ ദിവസവും രാവിലെ ഗോഡൗൺ എന്ന പോലുള്ള ഒരു സെൻട്രൽ യാർഡിലേക്ക് വരുന്നു. അവിടെ നിന്നാണ് അവർക്ക് വേണ്ടുന്ന സാധനം ഈ റിക്ഷയിലേക്ക് കിട്ടുന്നത്. ഇത് അറേഞ്ച് ചെയ്യുന്നത് ഈ പറഞ്ഞ സമ്മാൻ ഫൗണ്ടേഷനാണ്. അതേ അപ്ലോഡ് ദിയർ വെയർസ്, അവരുടെ സാധനങ്ങൾ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദ പ്രോഫിറ്റ് ഫ്രം ദിയർ സെയിൽസ് ഇസ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദം സമ്മാൻ. അവസാനം എന്താണ്, വൈകുന്നേരം ഈ പ്രോഫിറ്റ് ഡിവൈഡായിപ്പോൾ ഇവർക്ക് റിക്ഷ കൊടുത്ത സമ്മാനിനും പകുതി കിട്ടും, അതുപോലെ പകുതി അവർക്കും, റിക്ഷ പുള്ളേഴ്സ്. ദ മണി ദാറ്റ് റിക്ഷ പുള്ളേഴ്സ് ഏൺ ബൈ ട്രാൻസ്പോർട്ടിംഗ് ദ പാസഞ്ചർ ഈസ് സോൺലി ദേഴ്സ്. ഈ വണ്ടി ഓടിച്ച് കിട്ടിയതിൽ നിന്ന് വരുമാനം മുഴുവൻ ആർക്ക് തന്നെയാണ്, അവർക്ക് തന്നെയാണ്. അതിൽ നിന്ന് ആർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദ റവന്യൂസ് ഓഫ് അവർ റിക്ഷ പുള്ളേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് 30 to 40%. അങ്ങനെ അവരുടെ വരുമാനം എത്ര കണ്ടുകൂടി, 30 to 40%. അപ്പോൾ സപ്പോസ് ഒരു ദിവസം 500 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അദ്ദേഹത്തിന് 150 രൂപ ഭക്ഷണത്തിലൊക്കെ ചിലവാകുന്നുണ്ടെങ്കിൽ ഇവിടെ 500 കിട്ടുന്നവർക്ക് എന്ത് കിട്ടാൻ തുടങ്ങി, 150 അധികം കിട്ടാൻ തുടങ്ങി, 650 കിട്ടി അല്ലേ. അപ്പോൾ 150 അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ദിവസത്തെ ചിലവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 500 രൂപ ലാഭമാക്കാൻ പറ്റി. അപ്പോൾ അതാണ് അവർക്കുണ്ടായിരുന്ന മാറ്റം. ദർ ആർ സെവറൽ അതർ ബെനിഫിറ്റ്സ് ഓൺ വിച്ച് വി കനോട്ട് പുട്ട് എ മോണിറ്ററി വാല്യൂ അല്ലേ. മറ്റ് പല ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു, അതിനൊന്നും ഈ പറഞ്ഞ പോലെ മോണിറ്ററി വാല്യൂസ്, പണത്തിൻ്റെ മൂല്യമല്ല, അതിനപ്പുറത്തുള്ള മൂല്യം അവർക്കുണ്ടായി. എന്തൊക്കെയാണത്? എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എംപവർമെൻറ്റ് അല്ലേ. ഈ റിക്ഷ പുള്ളേഴ്സിന് അവർക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് തോന്നി, അവരുടേതാണ് റിക്ഷ എന്നുള്ള ഒരു ഫീൽ അവർക്ക് തോന്നി. അതുപോലെ തന്നെ എന്താണ്, ദേ ഗോട്ട് എംപവേർഡ്, അവർക്ക് വലിയൊരു എംപവർമെൻറ്റ് തോന്നി. അവർ വളരെ അങ്ങ് ഒരു എന്താ പറയുക, ശക്തി ഉള്ളവരായി മാറി, ശാസ്ത്രീകരണം സംഭവിച്ചു അവരുടെ ഇടയിൽ. അവർ എന്താണ് വളരെ അവർക്കൊരു എംപവേർഡായി, അവർക്ക് ശാസ്ത്രീകരണം സംഭവിച്ചു, അവർ നല്ല ശക്തിയുള്ളൊരു വിഭാഗമായിട്ട് മാറി. ക്ലിയർ? ദേ ഹാവ് എംപവർമെൻറ്റ്, അവർ ശക്തിയുള്ളൊരു വിഭാഗമായിട്ട് മാറി. സാധാരണ വെറും റിക്ഷ പുള്ളേഴ്സ് എല്ലായിടത്തും മാറിയിട്ട് വരുമാനം കൂടി, യൂണിഫോമിറ്റി വന്നു, അവരുടെ ID കാർഡ് ആവുന്നു, അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമാവുന്നു. ഓപ്പറേറ്റേഴ്സ്, ദ ചിൽഡ്രൻ ഓഫ് ദ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദെയർ സ്പൗസസ് അറ്റൻഡ് ഫ്രീ ഈവനിങ് ക്ലാസ്സസ് കോൾഡ് സമ്മാൻ ഗ്യാൻ. അപ്പോൾ സമ്മാൻ ഗ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രീതിയിൽ എന്ത് സംഘടിപ്പിച്ചു, ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ മക്കൾക്കും അതുപോലെ ടാക്സി ഓടിക്കുന്ന ആൾക്കാരുടെ ഫാമിലി മെമ്പേഴ്സിനും സ്പൗസസ്, അവരുടെ പങ്കാളികൾക്ക് അല്ലേ, ഭാര്യമാർക്കും അതുപോലെ അറ്റൻഡ് ദ ഫ്രീ ഈവനിങ് ക്ലാസ്സസ് കോൾഡ് സമ്മാൻ ഗ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രീ ഇവൻറ്റ് ക്ലാസ്സസ് അവർക്ക് സമ്മാനിച്ചു. സമ്മാൻ ഫൗണ്ടേഷൻ തന്നെ, ഈ അസോസിയേഷൻ തന്നെ. സമ്മാൻ ഹാസ് ബ്രോട്ട് ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ടു ദോസ് ഹൂ വർ പ്രീവിയസ്ലി കൺസിഡർഡ് മീനിയൽ ലേബേഴ്സ്. വെറും ഒരു സാധാരണ മീനിയൽ ലേബറേഴ്സ് എന്ന് മാത്രം സമൂഹം കണ്ട ഒരു വിഭാഗത്തിന് ഒരു വലിയൊരു സ്റ്റാൻഡേർഡ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ക്ലിയർ? അപ്പോൾ അങ്ങനെ അത് അവർ വളരെ ഒരു എസ്റ്റാബ്ലിഷ്ഡായി. എല്ലാവരും സമ്മാൻ ഫൗണ്ടേഴ്സിലെ ജോലിക്കാരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു ആത്മാഭിമാനം തോന്നുന്ന രീതിയിൽ അത് മാറി. ക്ലിയർ? മീനിയൽ ലേബേഴ്സായിട്ട് മാത്രമാണ് അവരെ കൺസിഡർ ചെയ്തത്. ഇൻ അഡീഷൻ, I am very happy to say that Samman itself is profitable. Samman അത് മാത്രമല്ല ഈ പറഞ്ഞ ആൾക്കാരെ ഗുണം ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് സമ്മാൻ അങ്ങനെ അവസാനം എന്തായി മാറി, സമ്മാൻ became itself a benefit അല്ലെങ്കിൽ itself a profitable ബിസിനസ്സായി. ലാസ്റ്റ് ഫിസിക്കൽ ഇയേഴ്സ് മീൻസ് ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരമുള്ള വർഷം, ലാസ്റ്റ് ഫിസിക്കൽ ഇയേഴ്സ് വി മെയ്ഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 8 lakh rupees ആൻഡ് റവന്യൂ ഓഫ് 50 lakh rupees അല്ലേ. അവർക്ക് അങ്ങനെ അടുത്ത സാമ്പത്തിക വർഷത്തിൽ എന്തുണ്ടാക്കി, അവർ 8 ലക്ഷം രൂപ ഇതിൽ നിന്ന് ലാഭമായി ഉണ്ടായി, 50 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടായി. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ലാഭം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലാഭം സാധാരണക്കാരായിട്ടുള്ള റിക്ഷ പുള്ളേഴ്സിനും അതിൽ നിന്നുണ്ടായി.
മൈ മെൻറ്റേഴ്സ് ഹാവ് ബീൻ എംഫസൈസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി. ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ സസ്റ്റൈനബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം അത് വളരെ സസ്റ്റൈനബിൾ ആയിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് സമ്മാൻ ഗെറ്റ് ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ മൈക്രോ ഫൈനാൻസിങ്? സമ്മാൻ ഒരു മൈക്രോ ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? മൈക്രോ ഫൈനാൻസിങ് സ്ഥാപനമാണോ? മൈക്രോ ഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ പണം വാങ്ങി അത് വാടക കൊടുത്ത് അത് പലിശ കൊടുത്ത് അതിൻ്റെ പലിശ വാങ്ങിക്കുകയും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുകയും ചെയ്യുന്ന ബാങ്ക് അല്ലാതെ മറ്റ് സാമ്പത്തിക ഇടപാട് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെയാണ് മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറികൾ, അതൊക്കെ കുറികളുണ്ടാവില്ല, മാസത്തിൽ നടക്കുന്ന കുറി, അതൊക്കെ മൈക്രോ ഫിനാൻസിങ് ആണ്. സോ വി ഡു നോട്ട് ഡയറക്ട്ലി മൈക്രോ ഫിനാൻസ് റിക്ഷ പുള്ളേഴ്സ്. അങ്ങനെ ആർക്കും സാമ്പത്തിക സഹായം അല്ല കൊടുത്തത്. വി ജസ്റ്റ് എനേബിൾ ദ റിക്ഷ പുള്ളേഴ്സ് ടു ഗെറ്റ് ഫൈനാൻസ് ഫ്രം ദ ബാങ്ക്സ്. എങ്ങനെ ബാങ്കിൽ നിന്നും റിക്ഷ പുള്ളേഴ്സിന് അഭിമാനത്തോടെ ലോൺ വാങ്ങിക്കാൻ പറ്റും, അതിനുള്ള സാഹചര്യമാണ് ഇവർ ഗ്യാരണ്ടറായിട്ട് ഇവരുടെ ജാമ്യത്തിൽ വാങ്ങിക്കൊടുത്തത്. ദ റിക്ഷ പുള്ളേഴ്സ് ഓൺലി പേ the bank loans as installments and eventually becomes the owner of the rickshaws. അല്ലേ? അപ്പോൾ അവർക്ക് റിക്ഷ വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇവഞ്ച്വലി പതുക്കെ ഈ ബാങ്ക് ലോൺ അടക്കുകയും ബാങ്ക് ലോൺ അടച്ച് തീരുന്ന മുറക്ക് ഇവർക്ക് അതിൻ്റെ ഓണർ ആവുകയും ചെയ്യാം. അപ്പോൾ അവരുടെ താല്പര്യം ഒന്നും കൂടെ കൂടും സ്വന്തം വണ്ടിയാകുമ്പോൾ. ആറിൻ്റെ സൈക്കിൾ റിക്ഷാസ് എ ഡൈയിങ് ബ്രീഡ്. നിങ്ങൾ എന്തിനാണ് വൈ ഡു യു ഓപ്റ്റഡ് സൈക്കിൾ റിക്ഷ? സൈക്കിൾ റിക്ഷ ഫീൽഡ് ഇൻവെസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? കാരണം സൈക്കിൾ റിക്ഷ ഫീൽഡ് ഇപ്പം എങ്ങനെയുള്ളൊരു ഫീൽഡായിട്ട് മാറി എന്നത് അവർ ചോദിക്കുന്നത്. ഒരു ഡൈയിങ് ഫീൽഡല്ലേ, അതിന് വലിയ വരുമാനങ്ങളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ, ഒരു ഡൈയിങ് ഫീൽഡല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ വൈ ഹാവ് യു ഓപ്റ്റഡ് ദിസ് ഫീൽഡ്, പിന്നെ എന്തുകൊണ്ട് ഈ ഫീൽഡ് നിങ്ങൾ സെലക്ട് ചെയ്തു? ഇതൊരു ഡൈയിങ് ഫീൽഡല്ലേ, ഈ ഫീൽഡിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അത് നഷ്ടമല്ലേ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ഹൗ ഹാവ് യു gone to this? അതിൻ്റെ ആൻസർ നോക്ക്. റിക്ഷാസ് കണ്ടിന്യൂ ടു ബി പോപ്പുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് ദ കൺട്രി. റിക്ഷാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് തീരുന്നല്ല, മോസ്റ്റ് പാർട്ട് ഓഫ് ദ കൺട്രിയിലും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് കൺട്രി. ദ നമ്പർ ഓഫ് റിക്ഷാസ് ഇൻ ന്യൂ ഡൽഹി ഹാസ് ആക്ച്വലി ഇൻക്രീസ്ഡ് ബൈ 20% ഇൻ ദ ലാസ്റ്റ് 2-3 years. അവസാനം ഇതിൻ്റെ ഒരു കണക്കൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലാതെ ചാടിക്കയറി ഇൻവെസ്റ്റ് ചെയ്തതല്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ്? ദ നമ്പർ ഓഫ് റിക്ഷാസ് ഇൻ ന്യൂ ഡൽഹി ഹാസ് ആക്ച്വലി ഇൻക്രീസ്ഡ് ബൈ 20% ഇൻ ദ ലാസ്റ്റ് 2-3 years. അവസാന 2-3 വർഷത്തിൽ 20% വെച്ച് റിക്ഷ പുള്ളേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അതായത് 5 വർഷമാകുമ്പോൾ ഇരട്ടിക്കുന്ന അത്രയും ആൾക്കാർ റിക്ഷ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. The reason for this increase is that it has become the choicest from the transport to carry passengers to and from the metro stations. ഇങ്ങനെയുള്ള മെട്രോ സ്റ്റേഷനിൽ മറ്റുമൊക്കെ കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള വണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓൾസോ ഐ പേഴ്സണലി തിങ്ക് ദാറ്റ് റിക്ഷാസ് ആർ ദ വെഹിക്കിൾസ് ഓഫ് ദ ഫ്യൂച്ചർ. ദേ ആർ എൻവറോൺമെൻറ്റൽ ഫ്രണ്ട്ലി അല്ലേ? പിന്നീട് അത് ഫ്യൂച്ചറിൻ്റെ വണ്ടി ആവും റിക്ഷാസ്. വലിയ നഗരങ്ങളിൽ റിക്ഷാസ് ഉള്ളത് അതുകൊണ്ടാണ്, എൻവറോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയതുകൊണ്ട്. കാരണം പൊല്യൂഷൻ ഉണ്ടാവില്ല സൈക്കിൾ റിക്ഷ ആകുമ്പോൾ അല്ലേ. പിന്നെ ബ്ലോക്കലുള്ള സ്ഥലത്താണെങ്കിലും മെല്ലനെ മാത്രമൊക്കെ പോകാൻ പറ്റും. വി ഹാവ് എൻ R&D വിങ് അല്ലേ. വി ഹാവ് എൻ R&D വിങ് ദാറ്റ് ഈസ് വർക്കിംഗ് ഓൺ എ സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷ. അവർക്കൊരു R&D, അവർക്കൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഉണ്ട് അവരുടെ കമ്പനിയിൽ തന്നെ. ആ കമ്പനി എന്താണ് ചെയ്യുന്നത്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് എന്താണ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ഒരു പുതിയൊരു സങ്കല്പം, ഇങ്ങനെ ചവിട്ടേണ്ട റിക്ഷ തന്നെ വേണമെന്നില്ല. ദേ ആർ എൻവറോൺമെൻറ്റൽ ഫ്രണ്ട്ലി. വി ഹാവ് എൻ R&D വിങ് ദാറ്റ് ഈസ് വർക്കിംഗ് ഓൺ എ സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷ. സൗരോർജത്തിൽ ഓടുന്ന ഫൈബർ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ വെയിറ്റ് കുറഞ്ഞ റിക്ഷ ഉണ്ടാക്കിയാൽ സക്സസ്ഫുൾ ആവോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇവരുടെ സമ്മാൻ ഫൗണ്ടേഷൻ്റെ R&D വിങ് ഇപ്പോൾ ഉള്ളത്. യെസ്, വി ക്യാൻ കണ്ടിന്യൂ. വാട്ട് വേർ യുവർ എക്സ്പീരിയൻസസ് അറ്റ് ദ പ്രസിഡൻഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് സമ്മിറ്റ് അറ്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിങ്ങൾ പ്രസിഡൻഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് സമ്മിറ്റ് അല്ലേ, അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു ഓൺട്രപ്രണർഷിപ്പ് സംരംഭകത്തരുടെ സമ്മിറ്റ്, അവരുടെ കൂടിച്ചേരുന്ന യോഗ, അതാണ് സമ്മിറ്റ്.
അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് സമ്മിറ്റിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഐ മെറ്റ് സം ട്രൂലി ഗ്രേറ്റ് പീപ്പിൾ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിങ്ങൾ പങ്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിലാണ് അത് ഈ ഒരു അവസരം കിട്ടിപ്പോകുന്നത്. ഐ മെറ്റ് സം ട്രൂലി ഗ്രേറ്റ് പീപ്പിൾ ദർ. I was indeed honored to talk to Nobel Prize laureate Muhammad Yunus. He invited me to Bangladesh to help set up a similar organization for the rickshaw workers there. അപ്പോൾ ഇന്ത്യയിലേക്ക് കണ്ടിട്ട് ബംഗ്ലാദേശിലേക്കും അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. The next question, what is your advice to students on entrepreneurship? ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾക്കുള്ള ഉപദേശം എന്താണ്? An entrepreneurship is one who identifies an opportunity and puts in conscious efforts to make it an enterprise. അല്ലേ, ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പിന്നെന്താണ്, അതിൻ്റെ ഇഫേർട്സ് നമ്മൾ ബോധത്തിൽ ഉണ്ടാക്കുന്നു, അതുപോലെ ഇഫേർട്ട് പുറത്ത് പ്രാക്ടിക്കലാക്കുന്നു. മേക്ക് ഇറ്റ് ആൻ എൻ്റർപ്രൈസസ്. പീപ്പിൾ ജനറലി ഡിസ്കറേജ് യൂത്ത് ഫ്രം സ്ട്രെഡിങ് ദിസ് പാത്ത്. അല്ലേ, നമ്മുടെ നാട്ടിലുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യുവാക്കളൊക്കെ ഈ പറഞ്ഞ പോലെ ഓൺട്രപ്രണർഷിപ്പ് ആൾക്കാരെല്ലാവരും ഡിസ്കറേജ്. അല്ല, ഭയങ്കര റിസ്ക്കാണ്, ബിസിനസ് തുടങ്ങിയാൽ അത് നഷ്ടമാവും, അങ്ങനെയാണ്. മറ്റെന്തെങ്കിലും ജോലി, സർക്കാർ ജോലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി നിങ്ങൾ കഷ്ടപ്പെട്ട് നേടുന്നതാണ് നല്ലത്, ബിസിനസ് ചെയ്യുന്നത് വളരെ നഷ്ടമാണെന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ഒരു വലിയ കരിയറാണ് ഒരാൾക്ക് നഷ്ടപ്പെടും. അല്ലേ, കാരണം ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ധനികരായിട്ടുള്ള ആൾക്കാർ ആരും തന്നെ സാലറി വാങ്ങിയിട്ട് ധനികരായിട്ടുള്ള ആൾക്കാരല്ല. പകരം അവർ ഈ പറഞ്ഞ പോലെ ബിസിനസ്സുകൾ നടത്തി ഓൺട്രപ്രണർഷിപ്പിലൂടെയാണ് വലിയ പണക്കാരൊക്കെ ഉണ്ടായി വന്നത്. ആരും സാലറി കൊണ്ട് വലിയ പണക്കാരനാവില്ല. അല്ലേ, അപ്പോൾ പീപ്പിൾ ജനറലി ഡിസ്കറേജ് യൂത്ത് ഫ്രം ട്രെഡിങ് ദിസ് പാത്ത്. ഈ വഴിയിലേക്ക് ഓടിക്കയറുന്നതിൽ നിന്ന്, ട്രെഡിങ് എന്ന് പറഞ്ഞാൽ അതാണ്, ട്രെഡ്മിൽ എന്നുള്ള വാക്ക് കേട്ടിട്ട്, ദിസ് പാത്ത്. ബട്ട് ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഓൺട്രപ്രണർഷിപ്പ് ആസ് എ കരിയർ. അപ്പോൾ ഇങ്ങനെ ഓൺട്രപ്രണർഷിപ്പിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തുന്ന ഒരുപാട് ആൾക്കാരും വിഭാഗങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് തല കൊടുക്കരുത്. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരണം. ബട്ട് ഇറ്റ് ഈസ് ദ ടൈം ടു സ്റ്റാർട്ട്. ഈ സമയത്താണ് അത് ചെയ്യാൻ പറ്റിയത്, ചെറിയ പ്രായത്തിൽ തന്നെ. എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ നിങ്ങൾക്കത് വേണ്ടുന്ന ഹോംവർക്ക് ചെയ്തു തുടങ്ങാം. ബട്ട് ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഓൺട്രപ്രണർഷിപ്പ് ആസ് എ കരിയർ, ആസ് ഇറ്റ് ക്യാൻ ബി an important tool to tackle unemployment in the country. അപ്പോൾ ഓൺട്രപ്രണേഴ്സിനോടുള്ള അഭിപ്രായമാണ്, ഉപദേശമാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാവരും ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരണം. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ദാരിദ്ര്യം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റൂ. ആരെങ്കിലും നമ്മളെ സഹായിക്കും, സർക്കാർ നമ്മളെ സഹായിക്കും. നമുക്ക് ശമ്പളം കുറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ജോലി തന്നെ മതി, അല്ലാതെ റിസ്ക് എടുക്കാൻ ഞാനില്ല എന്ന് പറയുന്നിടത്താണ് ഓരോ ബിസിനസ് മാൻ്റെയും പരാജയം സംഭവിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രീം, ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് ദ റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീം. അപ്പോൾ എല്ലാവർക്കും ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരാം. അതിന് പ്രത്യേക ക്വാളിഫിക്കേഷനൊന്നും ഇല്ല. അല്ലേ, MBA പഠിക്കണമെന്നില്ല. MBA പഠിച്ച ആളെക്കാളും ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ബിസിനസ് മാൻ ഉണ്ടാവാം, തിരിച്ചും എക്സ്പീരിയൻസ് മാനേക്കാളും അറിവ് ചിലപ്പോൾ പഠിച്ച ആൾക്കാർക്കായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ സ്വപ്നത്തെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാൽക്കുലേറ്റ് ചെയ്യണം. യു മസ്റ്റ് കാൽക്കുലേറ്റ് ദ റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീം. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ഫൈനലി പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച് ഫോർ സ്പെയറിങ് ദ ടൈം ടു ടോക്ക് ടു അസ്. വി വിഷ് യു ദ വെരി ബെസ്റ്റ് ഫോർ യുവർ യുണീക്ക് ജേർണി. അപ്പോൾ അങ്ങനെയാണ് ദ ഇൻ്റർവ്യൂവർ അവസാനമായിട്ട് പറയുന്നതാണ്, താങ്ക് യു വെരി മച്ച് ഫോർ സ്പെയറിങ് ദ ടൈം ടു ടോക്ക് ടു അസ്. വി വിഷ് യു ദ വെരി ബെസ്റ്റ് ഫോർ യുവർ യുണീക്ക് ജേർണി. നിങ്ങളുടെ ഈ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ ഒരു യുണീക്ക് ജേർണിക്ക്, വളരെ അനുഭവമായിട്ടുള്ള ഈ ഒരു ബിസിനസ് യാത്രയ്ക്ക് നമ്മളെല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ടാണ് ദാറ്റ് ഇൻ്റർവ്യൂ ഗോട്ട് വൈൻഡഡ് അപ്പ്. വി വിഷ് you the very best for your unique journey. Thanks. It is with the blessing of my mentors and well wishes that I carry my journey forward. It is with the blessing of my mentors. എന്നെ വളർത്തിയെടുത്ത ആൾക്കാർ, അല്ലേ, ഒരു നമുക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആൾ, അവരാണ് മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ടീച്ചർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആളാണ്.
ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് വി നോർമലി കോൾ മെൻറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവരുടെ മെൻറ്റേഴ്സിന് താങ്ക് യു പറയുന്നു. താങ്ക്സ് ഇറ്റ് ഈസ് വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് മൈ മെൻറ്റേഴ്സ് ആൻഡ് വെൽ വിഷസ്, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ വിഷസ് ദാറ്റ് ഐ ക്യാരി മൈ ജേർണി ഫോർവേഡ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ യാത്ര മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത്. ദാറ്റ് ഐ ക്യാരി മൈ ജേർണി ഫോർവേഡ്. എൻ്റെ ബിസിനസ് ജീവിതം അങ്ങനെയാണ് ഞാനിപ്പോഴും മുന്നോട്ട് കൊണ്ടുവന്നത്. സോ ദിസ് ഈസ് എൻ ഇൻ്റർവ്യൂ ഗിവൺ ടു സുജാത രാംപ്രസാദ് ഓഫ് ഇന്ത്യ കറൻസ് ഇൻ May 2010 ആഫ്റ്റർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഓൺട്രപ്രണർഷിപ്പ് സമ്മിറ്റ് ഇൻ വാഷിങ്ടൺ. സോ ഇദ്ദേഹം ഈ ഓൺട്രപ്രണർ ഇതിൻ്റെ ഓണറായിട്ടുള്ള ഇർഫാൻ ആലം ഓൺട്രപ്രണർഷിപ്പ് സമ്മിറ്റിൽ പാർട്ടിസിപ്പേറ്റിംഗ് ദ വാഷിങ്ടൺ, അമേരിക്കയിലെ വാഷിങ്ടണിൽ വെച്ച് നടന്നിട്ടുള്ള ഓൺട്രപ്രണർഷിപ്പ് സമ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ നൽകിയ സുജാത രാംപ്രസാദ് ഇന്ത്യൻ കറൻസ് എന്നുള്ള പബ്ലിക്കേഷന് വേണ്ടിയിട്ട് സുജാത രാംപ്രസാദിന് നൽകിയ അഭിമുഖത്തിൽ നിന്നാണ് ഈ ഒരു ലെസൺ നമ്മൾ എടുത്തിട്ടുള്ളത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ദ ടൈറ്റിൽ. ദിസ് ഈസ് കോൾഡ് എ three-wheeled revolution. This is what we call three-wheeled revolution. So I hope you have got the idea of this. It's a very simple and interesting lesson. Try to read it many times. Many times means at least 2 or 3 times. Then it would be very easy to handle that. So idana revolution.